മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായത്തിൽ വിവാഹ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സുവിശേഷകൻ എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഈ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന്, സുസ്ഥിരമായ അതിൻ്റെ ഗമനത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ശിലയാണ് വിവാഹം എന്ന സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് നമുക്കറിയാം. ഇത്രമാത്രം പ്രാധാന്യമുള്ള മറ്റൊരു സാമൂഹ്യ സംവിധാനം ലോകത്തിൽ നിലവിലില്ല. വിശുദ്ധ ഗ്രന്ഥം 1-2 അധ്യായങ്ങളിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യവംശത്തിന് രൂപം കൊടുത്തത് എന്ന് വ്യക്തമായി കാണാൻ പറ്റും. ദൈവം ആകാശവും ഭൂമിയും സർവ്വ ജീവജാലങ്ങളും സൃഷ്ടിച്ചതിന് ശേഷം സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചു. പുരുഷൻ്റെ വാരിയലിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിച്ചു. അത് അവരെന്നും ഐക്യത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് അങ്ങനെ ചെയ്തത്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദൈവം മനുഷ്യരെ ഭാര്യാഭർത്താക്കന്മാരായി സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ അർത്ഥവത്ത്. ദൈവം യോജിപ്പിച്ചത് ഒരിക്കലും മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് ഒരുപാട് സാമൂഹ്യ വ്യവസ്ഥിതികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മതം, രാഷ്ട്രം, രാഷ്ട്രീയം, മറ്റ് മത സംഘടനകൾ, സൊസൈറ്റികൾ എല്ലാം സാമൂഹ്യ വ്യവസ്ഥകൾ ആണെങ്കിൽ തന്നെയും അതെല്ലാം കാലാന്തരത്തിൽ മാറി മറിഞ്ഞു വന്നേക്കാം. എന്നാൽ കുടുംബജീവിതം എന്ന ആ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയും യാതൊരു മാറ്റവും തട്ടിയിട്ടില്ല. ഒരു സമൂഹവും ഒരു കോടതിയും വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം വിവാഹമോചനം പ്രോത്സാഹിക്കപ്പെട്ടാൽ മനുഷ്യ ജീവിതവും കുടുംബജീവിതവുമെല്ലാം അസാധ്യമായി തീരും. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിത്തീരും. ഇവിടെ വിവിധ പാപങ്ങളെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പാപം ചെയ്യുവാനുള്ള നിരന്തരമായ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് പാപം ചെയ്യുന്നത് പോലെയോ ഒരുപക്ഷെ അതിനേക്കാളോ ദുരന്തഫലമുളവാക്കുന്ന കാര്യമാണ്. നമ്മളുടെ കണ്ണ് പോയാലും നമ്മുടെ കൈകാലുകൾ പോയാലും തിന്മ ചെയ്യരുത്. തിന്മ അത്രമാത്രം ദൂഷ്യം വരുത്തുന്ന കാര്യമാണ് എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു സമൂഹവും വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിസ്സാര കാര്യത്തിന് എങ്ങനെ വിവാഹമോചനം നേടാം എന്നല്ല, മറിച്ച് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഭർത്താവായി എങ്ങനെ ജീവിക്കാം, ഏറ്റവും നല്ല ഭാര്യയായി എങ്ങനെ ജീവിക്കാം, ഏറ്റവും നല്ല കുടുംബനാഥനും കുടുംബനാഥയുമായി ഏറ്റവും നല്ല മാതാപിതാക്കന്മാരായി എങ്ങനെ ജീവിക്കാമെന്നാണ് ഓരോ കുടുംബാംഗങ്ങളും ഓരോ മാതാപിതാക്കന്മാരും എപ്പോഴും ചിന്തിക്കേണ്ടത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള ആ വലിയ ചിന്ത ഓരോ ഭാര്യാഭർത്താക്കന്മാരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.